മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ നജാ, എന്താണ് നബിയെ വിജയം? എവിടുന്നാണ് നബിയെ വിജയം കിട്ടുന്നത്? എങ്ങനെയാണ് നബിയെ രക്ഷപ്പെടുക? എങ്ങനെയാണ് നബിയെ നാളെ രക്ഷപ്പെടുക? അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞു, മൻ നജാത്ത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു നബിയെ. എന്താ പറഞ്ഞത്? അംസിക അലൈക ലിസാനക്, നാവ് നീ പിടിച്ചു വെച്ചോ. ഹക്കിൽ സംസാരിച്ചാൽ മതി, ഹക്ക് പറഞ്ഞാൽ മതി, നാവ് പിടിച്ചു വെച്ചോ. അതാണും പെണ്ണും, ഭാര്യയും ഭർത്താവും, കുടുംബക്കാർ, അങ്ങോട്ടും ഇങ്ങോട്ട്, സുഹൃത്തുക്കൾ, കമ്പനിക്കാർ, കൂടെ ജോലി ചെയ്യുന്ന കൊലീഗ്സ്. അംസിക അലൈക ലിസാനക്, ഉപകാരപ്പെടുന്നതും ഹലാലും നന്മയും പറഞ്ഞാൽ മതി. വല്യസഅക ബൈതുക്, നിന്റെ വീട് നിനക്ക് വിശാലമാകട്ടെ എന്ന് പറഞ്ഞാൽ നീ നിന്റെ വീട്ടിലിരുന്നോ, പുറത്തിറങ്ങിയാൽ കിട്ടുന്ന പ്രസാദാവും. വബ്കി അലാ ഖതീഅതിക്, നീ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് നീ കരഞ്ഞോ. അതാണ്, നീ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് നീ കരഞ്ഞോ, നീ നിന്റെ വീട്ടിലിരുന്നോ. പുറത്തിറങ്ങിയ ഫിത്നയാണെങ്കിൽ നിന്റെ വീട് വിട്ട് പുറത്തിറങ്ങണ്ട. പിന്നെ അംസിക അലൈക ലിസാനക്, നാവ് പിടിച്ചു വെച്ചോ. ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞ ഉപദേശമല്ലേ? അല്ലമഹുൽ ബയാൻ, നാവിനെ സംസാരിക്കാൻ കഴിവ് കൊടുത്ത പടച്ചതമ്പുരാനോട് നാവിന് ചെയ്യാനുള്ള ശുക്ർ അതാണ്. എല്ലാ ദിവസവും നേരം വെളുത്താൽ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും കടന്നു വറക്കുന്ന, നേരം വെളുത്താൽ എല്ലാ കൈയും കാലും കണ്ണും ചെവിയും നാവല്ലാത്ത മുഴുവൻ അവയവങ്ങളും കടന്നു വറക്കും. തഹ്തജു, വിറക്കുന്നാൻ. എന്നിട്ട് പറയും, നാവിനോട് പറയും, നാവേ ഇത്തഖില്ലാഹ ഫീനാ കുല്ലുഹാ തുദക്കിറുൽ ലിസാൻ. നാവിനോട് പറയുന്നുണ്ട്, നാവേ, ഇന്ന് ഞങ്ങളെ വിഷയത്തിൽ അള്ളാഹനെ സൂക്ഷിക്കുന്നവേ, നീ നല്ല നിലക്ക് നേരായിട്ട് നിന്നാൽ ഞങ്ങളൊക്കെ നേരെയാണ്. നാവേ, നിനക്ക് വളവ് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വളയും കേട്ടോ. അതുകൊണ്ട് നാവേ, നീ ഞങ്ങളെ അള്ളാഹനെ വിചാരിച്ച് നല്ലത് പറ. ഇന്നത്തെ ദിവസം ഫിത്നയും ഫസാദും പറഞ്ഞുണ്ടാക്കില്ല എന്ന് ഓരോ ദിവസവും ശരീരത്തിന്റെ അവയവങ്ങൾ നാവിനോട് പറയുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ സംഭവങ്ങളുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തുനിന്ന് അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഭയങ്കര തത്വജ്ഞാനിയായിരുന്നു. അദ്ദേഹം ഇരിക്കുന്ന ഒരു രംഗം അല്ലാമ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്, അവിടെ പല ചർച്ച നടക്കുന്നുണ്ട്. അഹ്നഫ് ഇബ്നു ഖൈസ് നിങ്ങൾ മിണ്ടാതിരിക്കാൻ. ഈ അഹ്നഫ് ഇബ്നു ഖൈസ് എന്ന് പറയുന്നവർ വലിയ മഹാനാണ്. അദ്ദേഹം ഹാത്തിമുൽ അസമർ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്ന ഈ ക്ഷമ പഠിച്ചത് എന്ന് ചോദിച്ചു. പറഞ്ഞു, മിൻ ശൈഖി ഹാത്തിമിൽ അഹ്നഫ് ബിൻ ഖൈസ്. അഹ്നഫ് ബിൻ ഖൈസിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. എന്തേ? അദ്ദേഹം ഒന്നൊരിക്കൽ ദർസ് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരന്റെ മകൻ നിങ്ങളുടെ കുഞ്ഞിനെ കൊന്നിരിക്കുന്നു. സ്വന്തം ജ്യേഷ്ഠന്റെ മകൻ നിങ്ങളുടെ കുഞ്ഞിനെ കുത്തിമലർത്തി കൊല ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ലഖദ് അഖല്ല അദദ വഖത്തഅ റഹിമ. കുടുംബബന്ധം അവൻ മുറിച്ചു, എന്റെ വീട്ടിൽ അംഗത്തെ അവൻ കുറച്ചു. വഖല്ലല അദദ ഫഇന്നി ഗഫർതു ദഊഹു ഫഇന്നി ഗഫർതു ലഹു. എന്റെ കുഞ്ഞിനെ കൊന്നു, എന്റെ കുടുംബ ബന്ധം തകർത്തു, അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തി, എന്റെ കുടുംബത്തിലെ ഒരു അംഗം കുറഞ്ഞുപോയി. ഇതൊക്കെ അവൻ ചെയ്തല്ലേ എന്റെ സഹോദരന്റെ മകൻ. ദഊഹു വിട്ടേക്കിൻ ഫഇന്നി ഗഫർതു ലഹു, ഞാൻ അവനെ മാപ്പാക്കി കൊടുത്തിരിക്കുന്നു. ഇത് പറഞ്ഞ മഹാനാണ് നമ്മൾ ഈ പറയുന്ന അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ മുആവിയ തങ്ങൾ പല ചർച്ച, എന്നൊക്കെ ഭരണസംബന്ധമായ പല വിഷയങ്ങളും നടന്ന കാലമാണ്. സ്വഹാബത്തിനിടയിൽ തന്നെ ചില ഡിസ്പ്യൂട്ടുകളൊക്കെ നടന്ന കാലം, ഇജ്തിഹാദിന്റെ ചില വിഷയങ്ങൾ സംഭവിച്ച കാലമാണ്. അപ്പോ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു മിണ്ടാതിരുന്നപ്പോ മുആവിയ തങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചു. നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അഖ്ശല്ലാഹ ഇൻ കദബ്ത്, ഞാൻ നുണ പറയാണെങ്കിൽ എനിക്ക് അള്ളാനെ പേടിക്കണം. വഅഖ്ശാക ഇൻ സദഖ്ത്, ഞാൻ പറയണത് സത്യമാണെങ്കിൽ എനിക്ക് നിങ്ങളെയും പേടിക്കണം. അതുകൊണ്ട് ഞാൻ മിണ്ടാതൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്. വിയോജിപ്പുണ്ടാകുന്ന വിഷയങ്ങളുണ്ടാകും, അങ്ങനെയാണ്. മിണ്ടാതിരിക്കലാണ്. മനുഷ്യൻ ഒരിക്കലും പറഞ്ഞ ഒരു വാക്കിനെ പറ്റി സങ്കടപ്പെടേണ്ടി വരില്ല. മിണ്ടാതിരുന്ന ഒരു സംഭവത്തെ പറ്റി സങ്കടപ്പെടേണ്ടി വരില്ല. പടച്ചോനെ ഇന്ന നാലവൻ ചീത്തറണ്ട്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പിന്നീട് സങ്കടപ്പെടൂല. പക്ഷേ എങ്ങാനും പറഞ്ഞു പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കുക,
ഇടക്കിടക്ക് കുറച്ച് ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാരുടെ വീടുകൾ തമ്മിൽ. ഞങ്ങളാ ഉഷാറെന്ന് ഭാര്യന്റെ വീട്ടുകാർക്കും തോന്നും, ഞങ്ങൾക്ക് എന്താ കുറവെന്ന് ഭർത്താവിന്റെ വീട്ടുകാർക്കും തോന്നും. അങ്ങോട്ട് കൊണ്ട് പറയാൻ നിൽക്കണ്ട, മിണ്ടാതിരിക്കുക. ദേഷ്യം വന്നാൽ നാവിൽ പിടിച്ച് ഇതിലും വലിയ മരുന്നില്ല എന്നാ. മിണ്ടാതിരിക്കുക, മിണ്ടുന്നില്ല. ദേഷ്യം പിടിച്ചാൽ പിന്നെ മൂപ്പരൊന്നും മിണ്ടൂല. ഇങ്ങനെ നമ്മളെ പറ്റി പറയപ്പെടണം. ഇതാണ് മൂപ്പര ശൈലിയും. ഇത് നമ്മളെ പറ്റി പറയപ്പെടണം. നമ്മൾ നാവ് അനക്കിയോ ദേഷ്യപ്പെടുന്ന സമയത്ത് പിശാച് നമ്മളെ കൊണ്ടാണ് പറയിപ്പിക്കുന്ന. ആ പറഞ്ഞ വാക്കുകൾ മതിയാകും നരകത്തിലേക്ക് പോകാൻ. ചില വാക്കുകൾ മതി. നാവ് കൊണ്ട് പറഞ്ഞ വാക്കുകൊണ്ടേ നരകത്തേക്ക് അധിക ആളുകളും പോകുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞ വാക്കിനെ പറ്റി സങ്കടപ്പെടേണ്ടി വരും, പറയാത്തതിനെ പറ്റി ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. അങ്ങനെയല്ലേ സംഭവിക്കുക. അതിന്റെ ഒരു അറബി ഒരു ആപ്തവാക്യമുണ്ട്. ഹദീസാണെന്ന് പറയപ്പെടാറുണ്ട്, പക്ഷെ ഞാൻ ഹദീസായിട്ട് കണ്ടിട്ടില്ല. അഹ്ബബ് ഹബീബക ഹൗനമ്മ അസാ അൻ യകൂന ബഗീലക യൗമമ്മ വഅബ്ഗിൽ ബഗീലക ഹൗനമ്മ അസാ അൻ യകൂന ഹബീബക യൗമമ്മ. എന്താ ഈ പറയണത്? അപ്പോ ഇതൊരു ജീവിതത്തിൽ പകർത്തേണ്ട സംഗതിയാണ്. മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ പകർത്തേണ്ട സംഗതിയാണ്. അഹ്ബിബ് ഹബീബക ഹൗനമ്മ. സ്നേഹം കൊടുക്കുകയാണെങ്കിൽ ഒരു പാകത്തിന് സ്നേഹിച്ചാൽ മതി. എല്ലാ സ്വകാര്യങ്ങളോട് പറഞ്ഞു കൊടുക്കണ്ട. എന്തേ? അസാ അൻ യകൂന ബഗീലക യൗമമ്മ. എന്നെങ്കിലും തിരിച്ചു കുത്താൻ സാധ്യത ഉണ്ട്. ഇത് ഓർത്തിട്ട് പെരുമാറിയാൽ മതി. സ്വന്തം ഭാര്യയാണെങ്കിൽ തന്നെയും പടച്ചോനെ ഉസ്താദെ കുടുംബം കൽക്കലിട്ടോ, അതല്ല ഞാൻ. പക്ഷേ അങ്ങനെയാണ് സംഗതി. വല്ലാണ്ടങ്ങട്ട് ഹബീബാക്കണ്ട, ഒരു പാകത്തിന് മതി. നേരെ മറിച്ചും അബ്ഗിൽ ബഗീലക ഹൗനമ്മ. നല്ല ശത്രുവാണ് നമ്മുടെ, പക്ഷെ വല്ലാണ്ടങ്ങട്ട് കയറി പറയണ്ട. അസാ അൻ യകൂന ഹബീബക. എന്നെങ്കിലൊക്കെ നന്നായി ഇങ്ങോട്ട് വന്നാലോ. ഇതൊക്കെ എവിടെ കൊണ്ടേക്ക് പറഞ്ഞതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? നന്നാവൂലേ? നമുക്ക് മരിക്കോളം തെറ്റടക്കാനാ കൂടി. അങ്ങനെയൊന്നല്ലല്ലോ നന്നാവണ്ടേ. പിണക്കുള്ളവരോട് വല്ലാതെ ചീത്ത പറയണ്ട. ഒരാവശ്യത്തിന് ആവശ്യമുള്ള കാര്യം മാത്രം, വ്യക്തി ആക്ഷേപിക്കാതെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോര്. വല്ലാതെ ദേഷ്യപ്പെടണ്ട. ശത്രുവാന്ന് വിചാരിച്ച് വല്ലാണ്ട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട. ഒരിക്കലെങ്ങാനും ഇവൻ നിന്റെ മിത്രമായി വന്നേക്കും, അത് ഓർത്തിട്ട് പറഞ്ഞാൽ മതി. അന്നൊക്കെ പറ്റിയൊരു വാക്ക് ഇപ്പൊ പറഞ്ഞിട്ടാ മതി. മറ്റേത് ഭയങ്കര സങ്കടമായി പോവും. യാ അല്ലാഹ്. അപ്പൊ നാവിനെ സൂക്ഷിക്കുക. അത് അഫാത്തുൽ ലിസാനെ സംബന്ധിച്ച് ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു ഒരു ബാബന്നെ പേജുകളോളം പറഞ്ഞിട്ടുണ്ട്. യാ അല്ലാഹ്, ആകെ നുണ പറയാൻ പാടില്ല, വഞ്ചന, ഈബത്ത്, നമീമത്ത്, ഇതൊന്നല്ല വിഷയം. അതൊന്നും ഏതാനും പാടില്ല. തർക്കുഹു മാ ലാ യഅനി. ആവശ്യമില്ലാത്ത സംഗതികൾ നിർത്തുക, അതിനെപ്പറ്റി പറയാതിരിക്കുക, അനാവശ്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാതിരിക്കുക. മഹാനായ മൗലഖുൽ അജ്ലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 20 കൊല്ലമായിട്ട് ഞാനൊരു കാര്യം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് വിചാരിച്ച് ഞാൻ എന്റെ അന്വേഷണം നിർത്തിവെക്കാനും പോണില്ല. ഞാൻ ഇനിയും അതിന്റെ പിന്നാലെ കൂടെ. 20 കൊല്ലമായിട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ആൾക്കാർ ചോദിച്ചു, വമാഹിയെ പടച്ചോനെ, ഇങ്ങനെ 20 കൊല്ലമായിട്ടുള്ള നിങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടാത്ത സംഗതിയോ? അതെ. അസ്സുകൂതു അമ്മാ ലാ യഅനീനി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ പറയില്ല എന്ന് ഞാൻ കുറെ കാലമായി തീരുമാനിച്ചിട്ട്, പക്ഷെ എങ്ങാനും ഞാൻ പറയുന്നതാണ്. ആവശ്യം എനിക്ക് പറയേണ്ട കാര്യമില്ലായിരുന്നു, എനിക്കത് ചോദിക്കേണ്ട കാര്യമില്ല, എനിക്കതിൽ 2 വാക്ക് പറയേണ്ട വിഷയമൊന്നുമില്ലായിരുന്നു. ഞാൻ എന്റെ നാവിനെ കൺട്രോൾ ചെയ്യാൻ 20 കൊല്ലമായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ വിടുന്നില്ല, ഞാൻ ഇനിയും പരിശ്രമിക്കുന്നതാണ് എന്ന് മൗലഖുൽ അജ്ലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തപ്പോൾ നമ്മളെ വിഷയമൊക്കെ നമ്മൾ ഇത് ട്രെയിൻ ചെയ്യേണ്ട സംഗതിയാണ്, പരിശീലിച്ചു വരേണ്ട സംഗതിയാണ്. നാവിനെ സൂക്ഷിക്കുക. വല്ലാതെ കളകളാന്ന് പറഞ്ഞാൽ ബ്രെയിന് തീരെ വർക്ക് ചെയ്യണില്ല അതിനർത്ഥം. إذا رأيتم المؤمن صموتا وقورا فادنوا منه فإنه يلقن الحكمة. رسول الله صلى الله عليه وسلم മുഅ്മിനായ മനുഷ്യനെ നിങ്ങൾ വഖൂറൻ, നല്ല സൗമ്യനായിട്ട്, സമൂതൻ, മിണ്ടാതെ മൗനം പാലിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ഫദ്നു മിൻഹു, അയാളുടെ അടുത്ത് പോയി ഇരുന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ മുഅ്മിനായ മനുഷ്യൻ ഒരു അല്പം വഖൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫീൽ ഓഫ് നമ്മളൊരു ഗാംഭീര്യം തോന്നുന്ന ഒരു ഭാവം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സൗമ്യനാണ്, അധികം സംസാരിക്കൂല. അങ്ങനത്തെ മുഅ്മിനീങ്ങളെ കണ്ടാൽ അടുത്തുപോയി ഇരുന്നേക്കണം. ഫഇന്നഹു യുലഖിനുൽ ഹിക്മ, അവർ പറയുന്നത് തത്വജ്ഞാനങ്ങളായിരിക്കും. നന്നായിട്ട് മൻ കസുറ കലാമുഹു, അയാളുടെ സംസാരം കൂടിയാൽ കസുറ സഖതുഹു
പിഴവുകൾ വർദ്ധിക്കും. വമൻ കസുറ സഖതുഹു, പിഴവുകൾ വർദ്ധിച്ചാൽ കസുറതു ദുനൂബുഹു, അവന്റെ തിന്മകൾ വർദ്ധിക്കും. വമൻ കസുറതു ദുനൂബുഹു, തിന്മ വർദ്ധിച്ചാൽ ഉൽഖിയ ഫിന്നാർ, അവൻ നരകത്തിലേക്കാണ്. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലമഹുൽ ബയാൻ, നാവ് കൊണ്ട് സംസാരിക്കാൻ ശേഷിതെന്ന അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്ത് അള്ളാഹുവിന്റെ തൃപ്തിയിൽ ഉപയോഗിക്കുക. ഇതാണ് നാവിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ശുക്ർ. അതാണ് അല്ലാഹുമ്മ ജഅൽനാ മിനശ് ശാകിരീൻ, അള്ളാഹു നമ്മെ ശുക്ർ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഇത് നമ്മൾ കുറെ മുമ്പ് പറയണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ അറിവിൽ എന്തെങ്കിലും ജോലി സാധ്യത ഉണ്ടെങ്കിൽ, അതുപോലെ ജോലി അന്വേഷിക്കുന്ന ആളുകളും നമ്മുടെ IT അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ IT ഡെസ്കുമായി അല്ലെങ്കിൽ താഴെ കൊടുത്ത ഇമെയിൽ skftrends@gmail.com, അതായത് നമ്മളിപ്പോ നിങ്ങളുടെ കമ്പനിയിലൊക്കെ എന്തെങ്കിലും ജോലി സാധ്യത ഉണ്ടെങ്കിൽ, ആൾ ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു കൂട്ടായ്മ, നമ്മൾ ഉമ്മിനിങ്ങളായ ആൾക്കാരാണ്, ജോലി ഇല്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടാവും. നിങ്ങളത് അറിയിച്ചു കൊടുത്താൽ, കോണ്ടാക്ട് കൊടുത്താൽ നമുക്ക് പരസ്പരം എന്ത് ചെയ്യാം, തആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാമല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനെ നിങ്ങളുടെ അറിവിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അറിയിക്കണം. ജോലി ഇല്ലാത്ത ആളുകൾ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, നമ്മുടെ സുഹൃത്തുക്കളുമായി നിങ്ങളുടെ ഇമെയിൽ ഐഡി കൊടുക്കുക. നമ്മുടെ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് അതിന്റെ വിവരങ്ങളൊക്കെ പിന്നീട് അറിയിക്കും. ഇപ്പൊ തൽക്കാലം നിങ്ങൾ അതിന്റെ skftrends@gmail.com അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷിക്കുക, ജോലി അന്വേഷിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഓഫർ ഉള്ളവർ എന്ത് ചെയ്യുക, അങ്ങനെ നമ്മൾ കമ്പനിയിൽ ഒരാൾക്ക് ടെക്നീഷ്യൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ലിഫ്റ്റോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ്, അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒരു നന്മയല്ലേ. അൽഹംദുലില്ലാഹ്. ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു പണിത മതിൽ എവിടെയാണെന്ന് വ്യക്തമാക്കി തരാമോ എന്ന് ചോദിച്ചു. അത് ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മഹാനായ അബുൽ കലാം ആസാദ്, അദ്ദേഹത്തിന്റെ തർജുമാനുൽ ഖുർആൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഖുർആൻ വ്യാഖ്യാനമുണ്ട്, അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയത്. അതിലാണ് അദ്ദേഹം പറയുന്നത്, ദുൽഖർനൈൻ എന്ന് പറഞ്ഞ സൈറസ് ചക്രവർത്തി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ മതിൽ ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായ വിലാജി ഖുഹാസ്, അതുപോലെ തിഫ്ലിസ്, ഈ രണ്ട് നഗരങ്ങൾക്കിടയിൽ ദാരിയാൽ പാസ് എന്ന് പറഞ്ഞൊരു ദാരിയാൽ ഒരു മലയോര ഒരു ചുരമുണ്ട്. ആ ചുരത്തിലാണ് ഈ മതിലുള്ളതെന്ന് അദ്ദേഹം തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാനത് പറഞ്ഞിരുന്നു തോന്നുന്നു അല്ലേ, അത് തുർക്കിയിലാണ്. ഇൻഷാ അല്ലാഹ് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തൊക്കെ അവരെ സ്വഹാബത്തിനൊക്കെ അയച്ചിട്ട് അത് കണ്ടിട്ടുണ്ടെന്നാണ് ഉമർ റളിയല്ലാഹു തആല. നമ്മൾ അൽ കഹ്ഫ് സൂറത്തിന്റെ ഒരു തഫ്സീർ നമ്മൾ അല്ലൈനിലെ ക്ലാസ് എടുത്ത കാലത്തുണ്ടായിരുന്നു. അല്ലൈനിലെ അൽ കഹ്ഫ് സൂറത്തിന്റെ സീഡൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വിശദമായിട്ട് അത് സംബന്ധമായി വന്ന ഹദീസുകളും സ്വഹാബത്തൊക്കെ പോയി കണ്ടതൊക്കെ ഉള്ള ചരിത്രങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ടായിരുന്നു. സൗകര്യപ്പെടുകയാണെങ്കിൽ നോക്കാൻ മാത്രം ഇൻഷാ അല്ലാഹ്. പിന്നെ ചോദ്യം, നമ്മളെ ഉദ്ഹിയ്യത്ത് ബലിപെരുന്നാളൊക്കെ ആയി വരികയാണ്. ഇൻഷാ അല്ലാഹ് ഉദ്ഹിയ്യത്ത് ഇറക്കാൻ സൗകര്യമുള്ള ആളുകളെ ഇവിടെ പറ്റൂല. നാട്ടില് ആണെങ്കിൽ നാട്ടില് ഇപ്പൊ കന്നുകാലികളൊക്കെ ആണെങ്കിൽ 7 ആൾക്ക് ഒരു ഓഹരിയായിട്ട് കൂടാം, അല്ലെങ്കിൽ ഒറ്റക്കായിട്ട് ആടായിട്ടോ പശുവായിട്ടോ ഒക്കെ ഇറക്കാൻ പറ്റുന്ന ഇൻഷാ അല്ലാഹ് ഉദ്ഹിയ്യത്ത് നാളെ മഹ്ശറായിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ മുകളിൽ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ വലിയ ഒരു അഫ്ദൽ, അതിലും വലിയ ഒരു പ്രതിഫലമുള്ള കാര്യം പെരുന്നാളിന്റെ വേറെ ഇല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസൊക്കെ ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുക, നാട്ടിലുള്ള ആളുകളെ ഏൽപ്പിക്കുക, വക്കാലത്താക്കുക. അപ്പോ നമ്മൾ ആരെ ഏൽപ്പിക്കുന്നത് അവർക്ക് ആ മുടി നീക്കലും കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുക. ഇനി ഒരാൾ മുടി നീക്കിയെന്ന് വിചാരിക്കുക, അതിന് പ്രായശ്ചിത്തൊന്നും ഇല്ല എന്നാണ്, നീക്കാതിരിക്കൽ സുന്നത്താണ്. പക്ഷെ ഒരാളങ്ങ് മുടി നീക്കി എന്തില്ല, അതിന് കുഴപ്പമില്ല, കഫാറത്തൊന്നും അതിന് വരുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ ജോലിക്ക് പോകുമ്പോഴൊക്കെ അങ്ങനെ പോകാൻ പറ്റിയില്ല എന്ന് വന്നാൽ എന്തില്ല, അതിലൊന്നും പ്രയാസമല്ല. നിങ്ങൾ ഒരാളെ വക്കീലാക്കി ഒരാളെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇൻഷാ അല്ലാഹ് അത് അങ്ങനെ ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോ അൽഹംദുലില്ലാഹ് നല്ല റേറ്റ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ അള്ളാഹ്ക്ക് അങ്ങനെ ശുക്ർ ചെയ്യണ്ടേ. റേറ്റ് ഒക്കെ കഴിഞ്ഞ സ്ഥലേ അതൊക്കെ അല്ലേ, നമുക്കിങ്ങനെ വല്ലാണ്ട് അത്യാഗ്രഹമാകുമ്പോഴേ. ഇന്നിപ്പോ എത്രയാണ് റേറ്റ്? 16, 15 എത്തിയോ? ഇൻഷാ അല്ലാഹ്. അപ്പോ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് ഇങ്ങനെയൊക്കെ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണ്ടേ. സുബ്ഹാനല്ലാഹ്, നാട്ടിൽ പോയി പൈസ എടുത്ത് വെച്ച് നമുക്ക് ചെറിയൊരു ദിർഹം കൊണ്ട് നമുക്ക് നാട്ടിലത് ചെയ്യാൻ പറ്റും. അതൊക്കെ അതിന് ചെയ്യേണ്ട ശുക്ർ. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പൈസ കൂടോ കുറയെന്നൊന്നും പറയലല്ല എന്റെ ലക്ഷ്യം, പക്ഷെ ആ കൂടിയതിനും കുറഞ്ഞതിനൊക്കെ ഉള്ള ശുക്ർ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുക. പൈസ ഉള്ളവരൊക്കെ ചെയ്യുക ഇൻഷാ അല്ലാഹ്. പിന്നെ ഹലാലായ മാർഗത്തിലൂടെ വീട് പണി പൂർത്തിയാവാൻ ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹ്, ആ ഒരു ശൈലി, ആ ഒരു സെന്റൻസിന്റെ ശൈലി എനിക്ക് ഇഷ്ടപ്പെടുന്നു. ഹലാലായ മാർഗത്തിലൂടെ പണി പൂർത്തിയാക്കുക,
അങ്ങനെയൊക്കെ അൽഹംദുലില്ലാഹ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ് അല്ലെ. ലോൺ എടുത്തിട്ട് വേഗം പര പൂർത്തിയാക്കാൻ ദോർക്കിസ്താദെ എന്നല്ല ഈ ചോദിച്ചത്. അതൊന്നും ഇല്ലാതെ ഹലാലിൽ കൂടെ തന്നെ എനിക്ക് എന്ത് ചെയ്യണം, പണി പൂർത്തി. അൽഹംദുലില്ലാഹ് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ അഫല്ലാഹു അമ്മാ സലഫ, നമ്മൾ വന്നുപോയിട്ടുള്ള അതുമായുള്ള ഇടപാടുകൾ കാര്യങ്ങളൊക്കെ വന്നുപോയ തെറ്റുകളൊക്കെ അള്ളാഹു ഓർത്തിരുമാറാകട്ടെ. അവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കുക. രാത്രികാലം സൂറത്തുൽ വാഖിഅയെ സംബന്ധിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളത് രാത്രി ഓതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉലമാകളൊക്കെ നമ്മുടെ ഫുഖഹാകളൊക്കെ ആ വിഷയത്തിൽ ഇശാമാരിവിന്റെ ഇടയിൽ ഓതാൻ പറ്റിയ വളരെ നന്നായി. ഇനി അത് പറ്റിയില്ല എന്ന് വിചാരിക്കുക, രാത്രിയിൽ എപ്പോഴെങ്കിലും ആ സൂറത്തുകൾ ഓതുക. സജദ, യാസീൻ, വാഖിഅ, ദുഖാൻ പോലെയുള്ള സൂറത്തുകളൊക്കെ പതിവാക്കുക. നമുക്ക് ഉത്തമ രാത്രിയാണ്. രാത്രി എന്ന് പറഞ്ഞാൽ മഗ്‌രിബായി കഴിഞ്ഞാൽ പിന്നെ രാത്രി എപ്പോഴും നമുക്ക് ഓതാം ഇൻഷാ അല്ലാഹ്. ഇശാമാരിവിന്റെ ഇടയിലാണെങ്കിൽ ഒരുപാട് ഇബാദത്ത് വർദ്ധിപ്പിച്ചിട്ടുള്ള ഇബാദത്ത് കൊണ്ട് ആ സമയം എൻഗേജ് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ആ സമയം അതിന് ഏറ്റവും ഉത്തമമാണെന്ന് പറയാൻ കാരണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അർഹമർ റഹീമായ റബ്ബേ, നീ ഞങ്ങളുടെ ഖാലിഖാണ്, നീ ഞങ്ങളെ സൃഷ്ടിച്ച